കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡൈസിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ അഭിപ്രായങ്ങൾ കേട്ടു. ആ ഒരു പ്രദേശത്തെ കൗൺസിലർ, അതിലുപരി ചെർപ്പശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കൗൺസിലർ, 1-ാം വാർഡ് കൗൺസിലർ ജിത്തു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വീട്ടിക്കാട് എന്ന പ്രദേശം കോറി പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ 1ഉം 2ഉം 3ഉം കോറികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകെ ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ള സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ കാര്യമായാലും കൃഷിയുടെ കാര്യമായാലും അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യമായാലും എല്ലാത്തിലും ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് അത് നന്നായി ബാധിച്ചിട്ടുണ്ട്. റോഡിന്റെ ഗതാഗത യോഗ്യമായ റോഡ് വേണമെന്നുള്ളതും ജലം, വെള്ളം, വായു അത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ അത് സുരക്ഷിതമായ രീതിയിൽ വേണമെന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ആ റോഡുമായി സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ കുറേയേറെ ചർച്ചകളിലും യോഗങ്ങളിലെല്ലാം ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാം അത് അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കോറികളുടെ പ്രവർത്തനം കൊണ്ടാണ്. അവർ ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു ഗതാഗത യോഗ്യമല്ലാത്ത റോഡൊക്കെ അനുഭവിച്ചു വരുന്നത്. അപ്പോൾ ഈ അജണ്ട മൂലം അവിടുത്തെ ആളുകളുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഇനിയും അവിടെ ഒരു കോറി പ്രവർത്തിക്കും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് വെക്കാൻ നമുക്ക് കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അജണ്ട ഈ ഒരു കൗൺസിൽ വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് നിന്ന് ചെയർപേഴ്സൺ എന്നുള്ള നിലക്കും അതുപോലെ ആ ഒരു പ്രദേശത്തെ കൗൺസിലർ എന്നുള്ള നിലക്കും എനിക്ക് അവിടുത്തെ പ്രദേശവാസികളും ബഹുമാനപ്പെട്ട കൗൺസിലർ സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഹൈ പവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യുവജന സംഘടനയായിട്ടുള്ള ആ ഒരു ക്ലബിന്റെ നേതൃത്വത്തിലും എനിക്ക് 2 പരാതികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആശങ്കകളും അതുപോലെ തന്നെ പരാതികളും നിലനിൽക്കെ ആ ഒരു പരാതി അല്ലെങ്കിൽ ശ്രീ ശ്രീനിവാസന് നമുക്ക് തന്ന ഈ ഒരു പരാതി പരിഗണിക്കേണ്ടതില്ല. നമുക്ക് നിലവിൽ എന്താണോ മാസ്റ്റർ പ്ലാനിലുള്ള സ്ഥിതിഗതിച്ച അത് സ്ഥിതി തുടരണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഞാനും ആ ഒരു പ്രദേശത്തെ ഒരു നിവാസി എന്ന നിലയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനം പറയുന്നത്. നിലവിലുള്ള എന്താണോ ഏത് സോണിലാണോ കിടക്കുന്നത് അതിനുള്ള ഒരു അനുമതി തന്നെ കൊടുക്കാവൂ, മാറ്റി കൊടുക്കേണ്ടതില്ല. അവരുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും അവർക്ക് നേടിയെടുക്കാനുള്ള നിയമ നടപടികളിലൂടെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ചെർപ്പശ്ശേരി നഗരസഭ ഇതിൽ ഒരു കോറി തുടങ്ങാനുള്ള ഒരു അനുമതി നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.